മകരവിളക്ക് മഹോത്സവത്തിന് സന്നിധാനത്തും മറ്റ് അനുബന്ധ പ്രദേശങ്ങളിലുമായി ഫയർഫോഴ്സിന്റെ 35 സ്ട്രക്ചർ ടീം രംഗത്തുണ്ടാകുമെന്ന് സ്പെഷ്യൽ ഓഫീസർ അരുൺ ഭാസ്കർ പറഞ്ഞു. മകരവിളക്കിന് മുന്നോടിയായി സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുഴിഞ്ഞു വീഴുന്നവരെയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരെയും അടിയന്തരമായി ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയാണ് സ്ട്രക്ചർ ടീമിന്റെ ദൗത്യം. വിവിധ പോയിന്റുകളിൽ 24 മണിക്കൂറും ഇവർ സജ്ജരായിരിക്കും. സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരെയും ആപ്തമിത്ര വോളണ്ടിയർമാരെയും ഉൾപ്പെടുത്തിയാണ് സ്ട്രക്ചർ ടീമിന്റെ പ്രവർത്തനം. മകരവിളക്കുമായിട്ട് ബന്ധപ്പെട്ട് ഫയർ റെസ്ക്യൂ ടീമിൻ്റെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ മരക്കൂട്ടം മുതൽ പാണ്ടിത്താളം വരെ നമുക്ക് ഡ്യൂട്ടി പോയിന്റുകൾ ഏകദേശം 12ഓളം ഡ്യൂട്ടി പോയിന്റുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലായിട്ട് 110 സിവിൽ ഡിഫൻസ് ആപദാമിത്ര വോളണ്ടിയർമാർ നമുക്ക് പുതുതായിട്ട് എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ 62 ജീവനക്കാരുമുണ്ട് ഫയർ റെസ്ക്യൂവിൻ്റെ. അപ്പോൾ ഇതിൽ നമ്മൾ പുതുതായിട്ട് ഈ വർഷം ചെയ്യുന്ന സ്ട്രെച്ചർ ടീമുകൾ, കാരണം അയ്യപ്പന്മാരെ കുഴഞ്ഞു വീഴുന്ന കുറേ കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ 25 പ്ലസ് ഇപ്പം തന്നെ ആൾറെഡി 25 സ്ട്രെച്ചർ ടീമുണ്ട്. 10 സ്ട്രെച്ചറോട് നമ്മൾ മൊത്തം 35 സ്ട്രെച്ചർ ടീമുകളെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയ്യപ്പന്മാർ എവിടെയെങ്കിലും കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ റെഡിലി ആ പോയിന്റിൽ തന്നെ സ്ട്രെച്ചർ സേവനം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ മകരവിളക്കിൻ്റെ വ്യൂ പോയിന്റുകൾ ഏകദേശം 8ഓളം വ്യൂ പോയിന്റുകൾ ഇവിടെ ഈ പരിസരത്തുണ്ട്. അവിടെ എല്ലാം തിരക്ക് കൂടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ സ്ട്രെച്ചർ സേവനം ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അത് ഫയർ റെസ്ക്യൂ ടീമും സിവിൽ ഡിഫൻസ് ടീമും ഏകദേശം 175ഓളം പേര് ഇവിടെ അതിനെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ ഫയർ ഫൈറ്റിങ്ങോട് ബന്ധപ്പെട്ട് മരക്കൂടുന്ന ഒരു പാണ്ടിത്താളം വരെയുള്ള ഹോട്ടലുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ദേവസ്വത്തിൻ്റെ സ്ഥാപനങ്ങൾ, ദേവസ്വത്തിൻ്റെ അപ്പോൾ അരോണ പ്ലാന്റ് തൊട്ട് ബോയിലർ തൊട്ട് പല അപകട സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ തീപിടുത്തം ഉണ്ടായാലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഫയർ ഫൈറ്റിങ്ങിനുള്ള ഫയർ ഹൈഡ്രൻറ്റ് പോയിന്റുകൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് അത് വർക്ക് ചെയ്യാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഫയർ എക്സ്റ്റിങ്വിഷറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹോട്ടലുകൾക്കും ദേവസ്വം സ്റ്റാഫിനും മറ്റ് ഈ ഗ്യാസ് സിലിണ്ടർ കൈകാര്യം ചെയ്യുന്നവർക്കും എല്ലാം ഫയർ എക്സ്റ്റിങ്വിഷർ ഉപയോഗിക്കുന്നതിന് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. മരക്കൂട്ടം മുതൽ പാണ്ടിത്താവളം വരെ 12 പോയിന്റുകളാണ് ഫയർഫോഴ്സിനുള്ളത്. കൂടുതൽ മുൻകരുതലിന്റെ ഭാഗമായി പാചകവാതകം ഉപയോഗിക്കുന്ന സന്നിധാനത്തെയും പരിസരത്തെയും ഹോട്ടലുകളിലും ദേവസ്വം അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിനോടകം പരിശോധന പൂർത്തിയാക്കി വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ തീപിടുത്തമുണ്ടായാൽ നേരിടുന്നതിനായി എല്ലാ പോയിന്റുകളിലെയും ഫയർ ഹൈഡ്രന്റുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കിയിട്ടുണ്ട്. ഫയർ എക്സ്റ്റിങ്യൂഷറുകളും സജ്ജമാണ്. മകരവിളക്ക് വ്യൂ പോയിന്റുകളിലും ഫയർഫോഴ്സിന്റെ സേവനമുണ്ടായിരിക്കും. അതേസമയം ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുകയാണ്. മണിക്കൂറിൽ 18-ാം പടി ചവിട്ടുന്നത് 5000-ഓളം തീർത്ഥാടകരാണ്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ക്യൂ 50,000-ആയി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. സന്നിധാനത്തും പരിസരത്തും മകരവിളക്ക് ദർശനത്തിനായി എത്തിയ തീർത്ഥാടകർ ശാലകൾ കെട്ടി കാത്തിരിക്കുകയാണ്. സുരക്ഷയ്ക്കായി 1000 പോലീസുകാരെ കൂടുതലായി പമ്പ മുതൽ പുല്ലുമേട് വരെയുള്ള പ്രദേശത്ത് വിന്യസിച്ചു. പോലീസ് ഡ്രോൺ നിരീക്ഷണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.